ചിക്കൻ കൊണ്ട് ഇങ്ങനൊന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല പൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനായി 1 കിലോ ചിക്കൻ വരഞ്ഞെടുത്തിട്ട് നല്ല വൃത്തിയായി കഴുകിയെടുക്കണം. അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി, ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞതും കൂടെ ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതൊന്ന് അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്ത് വയ്ക്കണം. എന്നിട്ട് നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ എണ്ണയെല്ലാം ചൂടായി വരുമ്പോൾ നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇത് കോരി മാറ്റി നമുക്ക് എടുത്ത് വയ്ക്കാം. അങ്ങനെ എല്ലാ പീസും നമുക്ക് ഫ്രൈ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഇതുപോലൊരു വാഴയില കഷ്ണം എടുത്ത് ചൂടാക്കി എടുക്കാം. നല്ലതുപോലെ അത് വാട്ടി എടുത്തതിന് ശേഷം എന്നിട്ട് നമുക്ക് ഒരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് ചിക്കൻ വറുത്ത എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വാട്ടി വെച്ചിരിക്കുന്ന വാഴയില അതിലേക്ക് ഇറക്കി ഇതുപോലെ വെച്ച് കൊടുക്കണം. ഒരു അരമുറി തേങ്ങയുടെ പാല് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളെല്ലാം ഓരോന്നായി അതിലേക്ക് വെച്ച് കൊടുക്കണം. എല്ലാ പീസും നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ ഗരം മസാലപ്പൊടിയും 1 സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില കൂടി മുകളിൽ തൂളിക്കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ച് ഉപ്പും കൂടി അതിനകത്ത് ചേർത്ത് കൊടുക്കണം. അരപ്പിന് വേണ്ട ഉപ്പാണ് നമ്മൾ ഇതിന് ചേർത്ത് കൊടുക്കുന്നത്. തിരിച്ച് മറിച്ച് വിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കണം. നല്ലതുപോലെ വറ്റിക്കഴിയുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.